ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ എറണാകുളത്ത് ഒരു പ്രോഗ്രാം ഉണ്ട്. അതിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഒരു 7:30 ഇറങ്ങാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ എണീച്ച് കുളിച്ച് റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒരു ബസ് നിൽക്കുന്ന അവിടേക്ക് എത്തും. അതായത് എൻ്റെ ടീമിൽ നിന്ന് 9 പേരോളം പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ എത്തും. അവരെല്ലാവരും ഞാൻ എത്തിയപ്പോൾ തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ട്. സഫിയ മാഡം, അതുപോലെ സുമതി മാഡം, ഹരിനാരായണൻ സാറ്, അതുപോലെ എല്ലാവരും, വേശു മാഡം, കൃഷ്ണകുമാരി മാഡം, രാജേന്ദ്രൻ സാർ, സൗമിനി മാഡം, ഹരി സാർ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എത്തിയപ്പോൾ എന്തായാലും അവരൊക്കെ വെച്ചിട്ടൊരു വീഡിയോ എടുക്കുകയാണ്. സൗമിനി മാഡം അപ്പുറത്ത് ഇരുന്ന് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷ്ണകുമാരി മാഡം, യശു മാഡം ഒക്കെ അവിടെ ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം ഒരു ബസ്സിലാണ് പോയത്. കാവ്യ മാഡമൊക്കെ ഉള്ള ബസ്, കെ ഡി സാറിൻ്റെ ഒരു ബസ്സാണ്. അപ്പോൾ അതിലാണ് ആദ്യം പോയത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ മാറി കയറി, കാരണം ഓരോ ടീമിൻ്റെ ആളുകൾ ഒരു ബസ്സിലാവാൻ വേണ്ടിയിട്ട് 3 ബസ്സാണ് ഇവിടുന്ന് ടോട്ടൽ പോണത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാറി കയറിയിട്ട് പോവുകയാണ്. അപ്പോഴേക്കും നല്ല ചൂടാണ്. വിയർത്ത് കുളിക്കുകയാണ് ചെയ്യണത് രാവിലെ തന്നെ. അപ്പോൾ എന്നെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും വിയർത്തിട്ട്. മറ്റേ ആദ്യം കയറിയ ബസ്സിൽ AC ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് മാറി കയറിയപ്പോൾ ചൂട് സഹിക്കാൻ പറ്റാണ്ടായി. അതാണ് ഇങ്ങനെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവരും. കൃഷ്ണകുമാരി മാഡമൊക്കെ നല്ല രീതിയിൽ ഡാൻസ് കളിക്കുന്നുണ്ട്. അത് ബിന്ദു മാഡമാണ്. ബിന്ദു മാഡം നെയ്തിലൂരുള്ളതാണ്. കൃഷ്ണകുമാരി മാഡം തിരുമറ്റക്കോടാണ്. ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. കൃഷ്ണകുമാരി മാഡം, ബിന്ദു മാഡം വേറെ ടീമെത്തിയാണ്. അപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും എൻജോയ് ചെയ്തിട്ട് പാട്ട് ഉണ്ടായിരുന്നു. പാട്ടിൻ്റെ കൂടെ കളിക്കുന്ന കാണാനാണ് ഒരു രസം. പക്ഷേ എന്താണെന്നറിയില്ല, പാട്ടിട്ട് ചെയ്യുമ്പോൾ എനിക്ക് നല്ല കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. അപ്പം ഞാൻ മൊത്തം എഴുതുന്ന കോപ്പിറൈറ്റ് വരുന്നതെന്ന് അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മൊത്തം മ്യൂട്ട് ചെയ്തിട്ട് ഞാൻ വോയിസ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി പ്രോഗ്രാം തന്നെയായിരുന്നു. നമുക്ക് നല്ല രീതിയിൽ ബിസിനസ്സിനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വലിയ പ്രോഗ്രാം തന്നെയായിരുന്നു. ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുക തന്നെയാണ്. വീഡിയോ നമുക്ക് എന്തായാലും എടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കുകയാണ്. കുമാരി മാഡം കുറേ കളിച്ചിട്ട് പിന്നെ കുറച്ച് ഇരിക്കുകയൊക്കെ ചെയ്യുകയാണ്. ചില ആളുകളൊന്നും സീറ്റിൽ നിന്ന് എണീക്കണ പോലില്ല കേട്ടോ. ഋഷിത മാഡം ഉണ്ട്. ഋഷിത മാഡം ആളുകൾ സംസാരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. അടിപൊളി പാട്ടുകളും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. സഫിയ മാഡം വന്നു കേട്ടോ. സഫിയ മാഡം ഫ്രണ്ടിലായിരുന്നിരുന്നു, ബാക്കിലേക്ക് ഇപ്പോൾ വന്നു ഞങ്ങളുടെ അടുത്തേക്ക്. അപ്പോൾ ഇപ്പം ഞാനിരിക്കുന്ന കണ്ടപ്പോഴൊക്കെ വായോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് കളിക്കാൻ. പക്ഷേ ഞാൻ വീഡിയോ എടുക്കണ്ടായിരുന്നു, വീഡിയോയിൽ എടുക്കേണ്ടതാണ് ശ്രദ്ധിക്കണത്. അപ്പോൾ രണ്ടുപേരും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. സഫിയ മാഡം DTC എന്ന റാങ്കിലേക്ക് എത്താൻ അധികമൊന്നുമില്ല, ഡിസ്ട്രിബ്യൂട്ടിംഗ് കോർഡിനേറ്റർ എന്നുള്ള റാങ്കിലേക്ക് എത്താൻ. അപ്പോൾ നല്ല രീതിയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതാണ് സഫിയ മാഡം. അപ്പോൾ എല്ലാവരും നല്ല മറന്ന് ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ എന്തായാലും പ്രോഗ്രാമിന് വന്ന എല്ലാവർക്കും ഒരു ഉണർവ് ബിസിനസ്സിലോട്ട് കിട്ടി, ബിസിനസ്സിനെ കുറിച്ച് അറിയാനൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എണീറ്റു കേട്ടോ. എന്നോട് എണീക്കെന്ന് പറഞ്ഞിട്ട് വേശു മാഡം വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ എണീച്ച് നിൽക്കുകയാണ്. കളിക്കെന്ന് പറയുകയാണ്. കളിക്കൊന്നുമില്ല. നമ്മൾ ബസ്സിലിരിക്കുന്നതിനകത്ത് ബാലൻസ് കിട്ടില്ല. ബസ്സിൽ കയറില്ല അധികം കുറവായതുകൊണ്ട് തന്നെ നിൽക്കാനുള്ളൊരു ബാലൻസ് കിട്ടുന്നില്ല. അപ്പോൾ വീഴാൻ പോവാണ്. അപ്പോൾ കാലൊക്കെ അവിടെ വെച്ചിട്ട് സൈഡിലൊക്കെ വെച്ചിട്ടൊക്കെയാണ് നിൽക്കണത്. അപ്പോൾ എന്നാലും കുറച്ച് നേരം അവർ ഇത്രയും വിളിച്ചതല്ലേ വെച്ചിട്ട് ഞാൻ എഴുന്നേറ്റ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഞാൻ എല്ലാവരുടെയും ഒരു സന്തോഷം കൂടി അറിയിക്കാനാണ് ഇത്രയും വീഡിയോ ഞാൻ ബസ്സിലിരുന്നിട്ടുള്ള ആസ്വദിക്കുന്ന വീഡിയോകൾ ഞാൻ ഇട്ടത്. എല്ലാവർക്കും അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ ഫുഡും കുഴപ്പമില്ലാത്ത ഫുഡൊക്കെ ആയിരുന്നു ഞങ്ങൾ കഴിച്ചത്. വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു ഉച്ചയ്ക്ക്. അത് കഴിഞ്ഞിട്ട് രാത്രിക്ക് ചപ്പാത്തിയും കുറുമക്കറി ആയിരുന്നു. അടിപൊളി ടേസ്റ്റായിരുന്നു. ഭക്ഷണത്തിൻ്റെ കാര്യത്തിനൊന്നും പറയാനില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വൈകിട്ട് ചായ കുടിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം. വേറെ ഒന്നും കുഴപ്പമില്ല. ഞങ്ങൾ ഹോളിലേക്ക് എത്തി കേട്ടോ. ഫേസ് 2024 എന്നാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര്.
അപ്പോൾ ഈ ഹോള് എന്ന് പറഞ്ഞാൽ ചിത്ര ചേച്ചിയുടെയൊക്കെ 60ാം പിറന്നാൾ ആഘോഷിച്ചിട്ടുള്ള ഒരു ഹോളാണ്. അത്രയും സെലിബ്രിറ്റികളൊക്കെ പങ്കെടുക്കുന്ന ഒരു ഹോളിലാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. തിയേറ്ററിൻ്റെ പോലത്തെ ചെയറൊക്കെയാണ് കേട്ടോ. അടിപൊളി, ഫുൾ AC-യും, ഇരുന്നാലൊന്നും ബോറടിക്കില്ല, ഇരിക്കാൻ ബുദ്ധിമുട്ട് വരില്ല, അത്രയ്ക്കും കുഷ്യൻ ടൈപ്പുള്ള നല്ല അടിപൊളി തിയേറ്ററിലെ കസേര ചെയർ പോലത്തെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്തു. പിന്നെ ഞങ്ങൾ ഇപ്പോൾ അച്ചീവറായിട്ടുള്ള സ്റ്റേജിൽ കയറേണ്ട ആളുകളൊക്കെ ഒരുമിച്ച് ഇരിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളിതാ ഒരുമിച്ച് ഒരു നിരയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. സുമതി മാഡം, കൃഷ്ണകുമാരി മാഡം, സഫിയ മാഡം, അങ്ങനെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം ഏകദേശം തുടങ്ങാറായി. അപ്പോൾ അപ്പോഴേക്കും ഞാനിതാ വീഡിയോ ഒക്കെ ഒന്നുകൂടി എടുക്കുകയാണ്. അപ്പോൾ ആദ്യം GTS ഉണ്ട് ഈ പ്രോഗ്രാമിനെ കുറിച്ച്. പ്രോഗ്രാം എന്താണെന്ന് പറയുന്നൊരു GTS, അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ITC ലീഡറായിട്ടുള്ള മിഥുൻ സാറാണ് ഈ ഓപ്പർച്യൂണിറ്റി. ഗസ്റ്റുകളൊക്കെ നമുക്ക് ഒരുപാടുണ്ട്. അപ്പോൾ ആ ഗസ്റ്റുകളൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തി കൊടുക്കുന്നത് മിഥുൻ സാറാണ്. നമുക്ക് ഒരുപാട് ഈ ബിസിനസ്സിൽ എങ്ങനെ വിജയിക്കാം എന്നുള്ള പാഠങ്ങളാണ് സാറ്. ജസ്റ്റ് എന്താണ് ഡയറക്റ്റ് സെല്ലിങ്ങിൽ വന്നാലുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ സ്ക്രീനിൽ ഞാൻ ബിസിനസ് പ്ലാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ. നമ്മൾ കുഞ്ഞു സ്ക്രീനിലാണ് ബിസിനസ് പ്ലാൻ കേൾക്കാറൊക്കെ ഉള്ളത്. പക്ഷേ ഇത് ഏറ്റവും വലുതാണ്. മാക്സിമം പേ ഔട്ട് ആഴ്ചയിൽ നമുക്ക് കിട്ടുന്നത് 2,10,000 രൂപയാണ് ആഴ്ചയിൽ വരുമാനം കിട്ടുക. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും. പക്ഷേ സ്ഥിരതയോടെ ക്ഷമയോടെ നിൽക്കണം. ഒരു 5-6 വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ എമൗണ്ട്, ആഴ്ചയിൽ കിട്ടുന്ന എമൗണ്ട് നമ്മുടെ കയ്യിൽ എന്തായാലും കിട്ടും, നമ്മൾ ഉറച്ചു നിന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ എൻഗേഴ്സാണ്, നല്ല രീതിയിൽ എനർജി ഉള്ള ആളുകളാണ് രണ്ടുപേരും. ഓഡിയൻസിനൊക്കെ ബോറടിപ്പിക്കാതെ കുറേ ബാക്കിൽ ഇഷ്ടംപോലെ ആളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ഫ്രണ്ടിൽ കുറച്ച് ചെയറുകൾ ഫ്രീ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വിളിച്ചിട്ട് ഫ്രണ്ടിലേക്ക് ഇരുത്തുമായിരുന്നു കേട്ടോ അവർ ചെയ്തത്. അപ്പോൾ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം രംഗപൂജയായിരുന്നു കേട്ടോ. സ്വാഗതമുള്ള ഒരു ഡാൻസായിരുന്നു. അടിപൊളിയായിട്ട് ഡാൻസ്, നല്ല ഡാൻസേഴ്സിനെയാണ് അവർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഡാൻസ് തന്നെയായിരുന്നു. ആർക്കും ബോറടിക്കാത്ത രീതിയിലുള്ള ഡാൻസ് പെർഫോമൻസാണ് അവരുടെ. ഒരുപാടുണ്ടായിരുന്നു. എല്ലാ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, കുറച്ചൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ അവർ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഏതിൻ്റെയാണ് കോപ്പിറൈറ്റ് വരിക എന്ന് പറയുന്നത് ഞാൻ ആദ്യമൊക്കെ ചെയ്തതായിരുന്നു. പക്ഷേ ഏതിൻ്റെ വരാത്തതുകൊണ്ടാണ് ഞാൻ ഫുള്ള് മ്യൂട്ടാക്കിയത്. ഇനിയും കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരരുതല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ സോങ് അടിപൊളിയായിട്ട് കളിച്ച് അവസാനിക്കാറായി. ഞാൻ കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ എടുക്കേണ്ട തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് ഡിജിറ്റലായിട്ട് നമുക്ക് ഇത് ഭദ്രദീപം തെളിയിക്കുന്നത്. അപ്പോൾ ഭദ്രദീപം തെളിയിക്കാൻ വേണ്ടിയിട്ട് STC ആൻഡ് എബോ ലീഡേഴ്സിനെയാണ് സ്റ്റേജിലേക്ക് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ STC എബോ ലീഡേഴ്സാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും STC എബോ ലീഡേഴ്സ്, സ്റ്റേറ്റ് ടീം കോർഡിനേറ്റേഴ്സ് നമ്മുടെ ഈ ഫാമിലിയിലുള്ള ഉണ്ട്. ഇതടുത്ത് ഞാനാണ് കേട്ടോ. അത് ഞാൻ പോവുകയാണ് അവാർഡ് മേടിക്കാൻ. ഇത്രയും വലിയ അവാർഡ് മേടിക്കാനായിട്ട് ഫിലിം അവാർഡിലൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതേപോലത്തെ ഒരു അവാർഡ് മേടിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അത് പെർഫോമൻസ് ബോണസ് അച്ചീവർ ആയത് കാരണം കൊണ്ടാണ് എനിക്ക് സാധിച്ചത്. അതേപോലെ തന്നെ എൻ്റെ ടീമിലുള്ള സഫിയ മാഡത്തിനും പെർഫോമൻസ് ബോണസിൻ്റെ ഈ അവാർഡ് മേടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്കും എൻ്റെ ടീമിലെ ഒരാൾക്കും ഇതിൽ അച്ചീവർ ആവാനായിട്ട് സാധിച്ചു. അത് ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എൻ്റെ കൂടെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഡാൻസ് പെർഫോമൻസ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓരോരോ ആദരിക്കൽ കഴിഞ്ഞ് പിന്നെ ഒരു ഡാൻസ് പെർഫോമൻസാണ്. ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഈ ടീം തന്നെയാണ് മൊത്തം കളിക്കുന്നത്. ഒരുപാട് ആളുകളുണ്ട് സ്റ്റേജിൽ. കാരണം എന്താ വെച്ചാൽ വലിയൊരു സ്റ്റേജാണ്. അപ്പോൾ എത്ര പേര് നിന്നാലും അത് ഇപ്പോൾ ഒരു 5-6 ആളുകൾ കൂടിയിട്ടാണ് കളിക്കണമെങ്കിൽ സ്റ്റേജിൽ കാണില്ല എന്നുള്ള പോലെയാണ്. അപ്പോൾ അത്രയും വലിയ സ്റ്റേജായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇതിലുണ്ട്. അപ്പോൾ ഈ ഐറ്റം അവർ നല്ല രീതിയിൽ തന്നെ കളിച്ചു, നന്നായി എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ RTC ലീഡേഴ്സാണിത് കേട്ടോ. മല്ലിക മാഡം,
അതുപോലെ തന്നെ ഷിബിൻ സാറും 1, 2, 3 സ്ഥാനങ്ങളിലേക്കുള്ള ആളുകൾക്ക് മൂന്നാം സ്ഥാനത്തിന് 2500, രണ്ടാം സ്ഥാനത്തിന് 5000, ഒന്നാം സ്ഥാനത്തിന് 10000 രൂപ ക്യാഷ് അവാർഡ് ഉണ്ട്. അപ്പോൾ അതിൽ മൂന്നാം സ്ഥാനത്തിന് നമ്മുടെ മല്ലികാ മേഡത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് ഷിബിൻ സാറിനാണ് കേട്ടോ. ഷിബിൻ സാറിന് 10000 രൂപയുടെ ക്യാഷ് പ്രൈസാണ് കിട്ടിയിട്ടുള്ളത്. ഇത് മല്ലികാ മേഡും ഷിബിൻ സാർ അമ്മയും മോനുമാണ്. അപ്പോൾ ഒന്നാം സ്ഥാനം മൂന്നാം സ്ഥാനം ഇവർക്ക് തന്നെ കരസ്ഥമാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് വലിയൊരു കാര്യം. അപ്പോൾ നമ്മുടെ ലീഡേഴ്സിന് തന്നെയാണ് ഇത്രയും ക്യാഷ് അവാർഡ്സൊക്കെ കിട്ടിയത്. അപ്പോൾ എല്ലാവരും അപ്പോൾ പോയ ആളുകൾക്കൊക്കെ നല്ല മോട്ടിവേഷൻ തരുന്ന രീതിയിലായിരുന്നു ഇവരുടെയൊക്കെ പെർഫോമൻസ്. അടുത്ത ഡാൻസ് തുടങ്ങി കേട്ടോ. വൈറ്റും ബ്ലാക്കൊക്കെ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. സ്റ്റേജിലേക്കൊക്കെ LED ബൾബിലൊക്കെ വന്ന് നിൽക്കുന്ന ആ സീനറികളൊക്കെ കാണാൻ അടിപൊളി രസമുണ്ടായിരുന്നു. നേരിട്ട് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി നേരിട്ട് കാണാനായിരുന്നു ഒരുപാട് ഭംഗി കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും പോവാത്ത ആളുകൾക്ക് ഭയങ്കര നഷ്ടമായിരുന്നു. നമ്മുടെ ഡയമണ്ട് എക്സിക്യൂട്ടീവ്സ് ആയിട്ടുള്ള അനീഷ് സാറും അനൂപ് സാറുമാണ്. ഞാനിവിടെ ഒരു ലാഗ് വരുന്നത് ഓരോരുത്തർ ഇങ്ങനെ വരുമ്പോഴാണ് കേട്ടോ. ഓരോ കസ്റ്റമേഴ്സ് വരുമ്പോൾ എനിക്ക് ഇവിടെ ലാഗ് വരികയാണ്. ഇവർ മാസം 35 ലക്ഷം വരുന്ന 35 ലക്ഷം വരുമാനം മേടിക്കുന്ന ലീഡേഴ്സായിരുന്നു. ആ കിരീടമൊക്കെ അണിയിച്ച് റെക്കഗ്നൈസേഷൻ ചെയ്തത്. പിന്നെ ഹരിസാറും അതുപോലെ സുമതി മേഡും ഒക്കെ അംഗീകാരങ്ങൾ ഏറ്റുവാങ്ങി. അപ്പോൾ വേറെയും ഡാൻസ് പെർഫോമൻസാണ് ഇവിടെ നടക്കുന്നത്. എനിക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് ലാഗാവും. കാരണം അവർക്ക് ഞാൻ എടുത്ത് കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ, അല്ലെങ്കിൽ 1 മിനിറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അറിയുന്ന ആളുകളാണല്ലോ ഒക്കെ. അപ്പോൾ കൃഷ്ണകുമാരി മേഡത്തിനും അംഗീകാരം കിട്ടി. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഹൈറൻസ മേഡം ടീമിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. അവരുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരോടും ചോദിച്ചു. ഞങ്ങൾ ഇപ്പോൾ സമയം ഏകദേശം 12 മണിയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും എന്തായാലും എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാമെന്ന് പറഞ്ഞിട്ട് നിർത്തുകയാണ്. താങ്ക്